ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഈ ചിക്കൻ കോഴി ഒക്കെ അല്ലേ ബിസ്മിച്ചല്ലാതെ അറുത്ത് ഭക്ഷിക്കൽ അനുവദനീയമാണോ ഇല്ലേ എന്നുള്ളൊരു മറുപടി ആയിട്ടാണ് കേട്ടോ. ആ ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ടാണ്. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം ഞാൻ എന്നും പറയുന്നത് പോലെ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മാത്രമാണ് ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുക. അപ്പോൾ അത് എന്താണെന്ന് നോക്കി നോക്കുക. പിന്നെ പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് പഴയതുപോലെ ഇന്ന ആൾ അറുത്ത കോഴിയെ ഞാൻ ഭക്ഷിക്കുള്ളൂ, അതിന് കുറച്ച് ഈമാൻ വേണം, ഇസ്ലാം വേണം എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഏതായാലും ഇത് നടക്കൂല. പിന്നെ ചിലയിലൊക്കെ തന്നെ ഞാൻ നേരിട്ട് കണ്ടതുമാണ്, അത് നന്നായിട്ടുണ്ടാവില്ല, ഭക്ഷിച്ചിട്ടുണ്ടാകുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു വാശിയിലൊന്നും ഇപ്പോൾ നിൽക്കാൻ പറ്റില്ല. ചിലർ പറയും അങ്ങനെയൊന്നും നോക്കിയിട്ട് ഇപ്പോൾ ഇത് നടക്കൂല, അങ്ങനെ കഴിക്കണവരുണ്ട് കഴിക്കാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. ചിലർ നല്ല ഈമാനുള്ളവരൊക്കെ അത് കഴിക്കാതിരിക്കും. പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ പിന്നെ അതിന് അന്ന് അങ്ങനെ ആളെ കിട്ടും. അന്ന് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇങ്ങനെ ഇതിനൊക്കെ അറക്കുക. ഇന്നിപ്പോൾ പരക്കനെ തന്നെ ആയതുകൊണ്ട് പിന്നെ എപ്പോഴും ഇപ്പം ഇങ്ങനെ ബിസ്മി ചൊല്ലി ഇരിക്കുമോ അതറിയില്ല. ബിസ്മി ചൊല്ലുക അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ആ സുന്നത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും, അത്രേ തന്നെയുള്ളൂ. പിന്നെ നമ്മൾ വാങ്ങി ഭക്ഷിക്കുമ്പോൾ നമ്മൾ അതിന് ബിസ്മി ചൊല്ലിയാലും മതിയല്ലോ. അങ്ങനെയൊക്കെയാണ് ഞാൻ കിട്ടിയ അറിവ് വെച്ച് പറഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പരിപാടികൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. കല്യാണം, നിക്കാഹ്, സൽക്കാരങ്ങൾ പല പല ഇതും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഏതായാലും നടക്കില്ല. അപ്പോൾ അതിൻ്റെ സംശയത്തിനുള്ള മറുപടി പറഞ്ഞുതരാം. ബിസ്മിച്ചല്ലാതെ അറുത്ത് ഭക്ഷിക്കൽ അനുവദനീയമാണ്. ബിസ്മിച്ചല്ലൽ സുന്നത്ത് മാത്രമാണ് ഉള്ളത്. ഇങ്ങനെയൊക്കെ ഓരോ സംശയം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിയാകോ ഇല്ലേ എന്നൊക്കെ ഉള്ള ഒരു വിചാരങ്ങളും ഇതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അതിപ്പോൾ തീർന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.